warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്വർണ്ണ വെള്ളിയുടെയും കറൻസിയുടെയും മറ്റും ബന്ധപ്പെട്ട സക്കാത്തിന്റെ ചർച്ചയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതുമായി ബന്ധപ്പെട്ട് തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഇൽമിന്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. സക്കാത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കൂട്ടത്തിൽ കച്ചവട സക്കാത്ത് എന്ന് പറഞ്ഞ് തിജാറത്തിന്റെ എന്ന് പറഞ്ഞാൽ കച്ചവടവുമായി ബന്ധപ്പെട്ട സമ്പത്തിലുള്ള സക്കാത്ത്, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആഖിറിൽ ഹൗലിൽ കച്ചവടം തുടങ്ങി കൊല്ലം മുറി കൂടുന്ന സമയത്ത് സക്കാത്ത് നൽകാൻ പര്യാപ്തമായ സംഖ്യയുടെ ചരക്ക് ഷോപ്പിലുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്നാണ് ഇസ്ലാമിക ശരീഅത്ത് കൽപ്പിക്കുന്നത്. കച്ചവടം തുടങ്ങിയ ചരക്ക് വാങ്ങിയത് തുടങ്ങുന്ന സമയത്ത് സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ എത്തിയിട്ടില്ലെങ്കിലും വർഷാവസാനം ഷോപ്പിലുള്ള വിൽപ്പന ചരക്കുകൾക്ക് വില നിശ്ചയിച്ചു വില കിട്ടുമ്പോ അത് സക്കാത്തിന് പര്യാപ്തമായ തുക എത്തിയിട്ടുണ്ട്, തുകയുടെ ചരക്കുകൾ ഉണ്ട് എങ്കിൽ ആണ് 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. മുടക്കിയ സംഖ്യ അല്ല കച്ചവട ചരക്കിൽ. ഒരു ബിസിനസ്സിന് വേണ്ടി ഒരാൾ മുടക്കിയ സംഖ്യ എന്നതല്ല കച്ചവട ചരക്കിന്റെ സക്കാത്തിന്റെ അടിസ്ഥാനം. വർഷാവസാനം വർഷം തികയുന്ന സമയത്ത് വിൽപ്പന ചരക്കായി ഷോപ്പിലുള്ള സാധനങ്ങളെയാണ് വില നിശ്ചയിക്കേണ്ടത്. അവിടെ കച്ചവട ആവശ്യാർത്ഥം അതിന്റെ സൗകര്യത്തിന് വേണ്ടി ഷോപ്പ് മോടി പിടിപ്പിച്ചത്, ഡെക്കറേഷൻ നടത്തിയത്, അതുപോലെ ചരക്കുകളൊക്കെ ക്രമമായി വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന റഫുകള്, സാധനങ്ങൾ കേടുവന്നു പോവാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകള്, എസികള്, ഇങ്ങനെ ഒരു കച്ചവട ഷോപ്പിനാവശ്യമായ സാധനങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ അതിനുണ്ടാക്കാൻ വേണ്ടി മുടക്കിയ കാശുകള് അതൊന്നും വർഷാവസാനം കൂട്ടുന്നതല്ല. അതിൽ വിൽപ്പന ചരക്കായി വെച്ചത് എന്താണോ ഉള്ളത് അതാണ് നോക്കേണ്ടത്. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിൽപ്പന ചരക്ക് വർഷാവസാനം കൂട്ടുമ്പോ സാധാരണ കച്ചവടത്തിലായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാഷ് കൂടി ഉണ്ടാവും. ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കടകളൊക്കെ ആകുമ്പോ ഡെയിലി സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറക്കുവാനും അതുപോലെ സെയിൽസ്മാൻ മന്തൂബുമാർ ഓരോ കമ്പനികളുടെ സാധനങ്ങളുമായി വരുമ്പോ അത് ഇറക്കുവാനും അവർക്ക് നൽകുവാനുമായിട്ടൊക്കെ ഈ കച്ചവടത്തിലായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാഷുകൾ ഉണ്ടാവും. വർഷാവസാനം കച്ചവട ചരക്ക് വില കെട്ടുന്ന സമയത്ത് അതോടൊപ്പം കച്ചവടത്തിലായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ക്യാഷും കൂട്ടേണ്ടതാണ്. ഇടക്കാലത്ത് കച്ചവടത്തിൽ മാസമോ അല്ലെങ്കിൽ 6 മാസമോ ഒക്കെ കൂടുമ്പോ അതിന്റെ വരും വരായികളും വരുമാനങ്ങളൊക്കെ കണക്കുകൂട്ടി ഉടമസ്ഥൻ അതിൽ നിന്ന് ക്യാഷ് പിൻവലിക്കാറുണ്ട്. കച്ചവടത്തിൽ നിന്ന് പിൻവലിച്ച് അവന്റെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു പോയാൽ അതിനെ സംബന്ധിച്ച് പിന്നെ ചർച്ച നടത്തേണ്ടതില്ല. അങ്ങനെ അവൻ പിൻവലിച്ചുകൊണ്ട് അത് കച്ചവടത്തിൽ നിന്ന് മാറ്റിവെക്കും. ആ മാറ്റിവെക്കുന്ന കച്ചവടവുമായി പിന്നെ ബന്ധപ്പെടാത്ത ആ ലാഭങ്ങൾ അത് ഇതിലേക്ക് കൂട്ടേണ്ടതില്ല. അത് ഇന്നലെ നാം കറൻസിയുടെ സക്കാത്ത് പറഞ്ഞതുപോലെ സക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമായ തുകയുണ്ടെങ്കിൽ
ആ മാറ്റിവെച്ചത് മുതൽ ഒരു വർഷം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് വേറെയാണ് നൽകേണ്ടത്. കച്ചവട ചരക്കിന്റെയും അതിലായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാശും കൂടി വർഷാവസാനം സക്കാത്ത് നൽകാൻ പര്യാപ്തമായ തുകക്കുള്ള ചരക്കുണ്ട് എങ്കിൽ സക്കാത്ത് 2.5% നൽകൽ നിർബന്ധമാണ്. ഇവിടെ സ്വർണ വെള്ളിയുടെയും കറൻസിയുടെയും സക്കാത്തിന്റെ നിബന്ധന അത് ഉടമസ്ഥപ്പെടുത്തിയത് മുതൽ കയ്യിൽ വന്നത് മുതൽക്ക് ഒരു വർഷം തികയുന്നതുവരെ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യയിൽ നിന്ന് ചുരുങ്ങാതെ ഉണ്ടാവണം എന്നാണ്. അതേസമയം കച്ചവട ചരക്കുകൾക്ക് ആ നിബന്ധന ബാധകമല്ല. വർഷം മുഴുവനും സക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമായ സംഖ്യക്കുള്ള ചരക്ക് തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. വർഷം തികയുന്ന സമയത്ത് സ്റ്റോക്ക് എടുപ്പ് നടത്തുമ്പോ ചരക്ക് കണക്കുകൂട്ടി നോക്കുമ്പോ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ഉണ്ടായാൽ തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. തുടങ്ങിയത് മുതൽ ഒരു വർഷം മുഴുവനും ഇടമുറിയാതെ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യയുടെ ചരക്ക് വേണം എന്നില്ല. ആഖിറിൽ നടത്തുക, അത് മുതൽക്ക് അതിന്റെ സമയം തുടങ്ങി. അതേസമയത്ത് ഒരാളുടെ കയ്യിൽ അയാൾ കച്ചവടം തുടങ്ങുന്ന ചരക്ക് വാങ്ങാൻ വേണ്ടി മുടക്കിയ സംഖ്യ ആദ്യമേ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യയാണ് എങ്കിൽ ആ സംഖ്യയുടെ സക്കാത്തിന്റെ വർഷം തുടങ്ങുന്നത് അത് കൈവശം വന്നത് മുതൽക്കാണ്. ഒരു 6 മാസം മുന്നേ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ കൈവശം വന്നു. അങ്ങനെ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അതുകൊണ്ട് ചരക്ക് വാങ്ങി കച്ചവടം തുടങ്ങുന്നത്. അവ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ കൈവശം വന്ന ഈ 6 മാസം മുന്നേ വന്നതുകൊണ്ട് ഇനി ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ ഒരു വർഷം തികഞ്ഞ് അതിന്റെ സക്കാത്ത് നൽകൽ നിർബന്ധമായിട്ട് വരും. അതിന്റെ വർഷം തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പൊ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യയുടെ താഴെയുള്ളത് കൊണ്ട് കച്ചവട ചരക്ക് വാങ്ങി കച്ചവടം തുടങ്ങുമ്പോഴാണ് ആ തുടങ്ങിയത് മുതൽക്ക് അതിന്റെ വർഷമായിട്ട് ആരംഭിക്കുന്നത്. ആദ്യമേ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യയാണ് മുടക്ക് മുതൽ എങ്കിൽ അത് ഉടമപ്പെടുത്തിയത് മുതൽക്ക് തന്നെ സക്കാത്ത് നിർബന്ധമാകുന്നതാണ്. അതുപോലെ കച്ചവട സക്കാത്തിന്റെ നിബന്ധനകളിൽപ്പെട്ട മറ്റൊന്നാണ് സാധാരണ വെള്ളിയുടെയും സ്വർണത്തിന്റെയും കറൻസിയുടെയും ഒക്കെ സക്കാത്ത് നിർബന്ധമാകാൻ 2 നിബന്ധന ഉണ്ടാവാറുണ്ട്. അഥവാ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ആവുകയും എന്നിട്ട് അത് കൊല്ലം മുറി കൂടുകയും ചെയ്യണം. സക്കാത്തിന് പര്യാപ്തമായ അത്രയും സംഖ്യ ആവുന്നതിന്റെ മുന്നേ ഒരാളുടെ കയ്യിൽ ഒരു സംഖ്യ വന്നു, അത് സക്കാത്തിന് പര്യാപ്തമായ കണക്കായിട്ടില്ല. അങ്ങനെ ആകുന്നതിന്റെ മുന്നേ അതിൽ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്ന പ്രവണത ഇല്ല. ആ സംഖ്യക്ക് സക്കാത്തുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ 2 നിബന്ധനയുണ്ട്. ക്യാഷിനും അതുപോലെ സ്വർണ്ണവെള്ളിക്കൊക്കെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ശറയിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവാൻ എത്ര സംഖ്യ വേണം, എത്ര പരിധി വരണം, അത് പൂർത്തിയാവണം. മറ്റൊന്ന് കൊല്ലം തികയുകയും വേണം. ഇതിൽ രണ്ടാൽ ഒരു കാരണമുണ്ടെങ്കിൽ സക്കാത്ത് നൽകാവുന്നതാണ്. അപ്പൊ സംഖ്യ പൂർത്തിയായി. അങ്ങനെ പൂർത്തിയായി കൊല്ലം തികഞ്ഞിട്ടില്ല, എന്നാലും കൊല്ലം തികയുന്നതിന്റെ മുന്നിൽ പൂർത്തിയായ ഈ സംഖ്യയുടെ സക്കാത്ത് മുൻകൂട്ടി നൽകാവുന്നതാണ്. ഇത് ഞാൻ മുൻകൂട്ടി നൽകുന്ന സക്കാത്താണ് എന്ന് കരുതിക്കൊണ്ട് നൽകാവുന്നതാണ്. എന്നിട്ടൊരു വർഷം തികയുന്ന സമയത്ത് ഇവൻ ഇത് എത്ര സംഖ്യയുണ്ടോ അതിന്റെ 2.5% അത് മുഴുവനും കൊടുത്തു തീർന്നിട്ടുണ്ടെങ്കിൽ ഇനി കൊടുക്കേണ്ടതില്ല. അതല്ല, മുഴുവനായിട്ട് അതിന് കൊടുക്കേണ്ട 2.5% പൂർത്തിയായി കൊടുത്തിട്ടില്ല, അല്പമേ ആദ്യം കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അതിന്റെ ബാക്കി കൊല്ലം മുറി കൂടിയ ഉടനെ കൊടുക്കേണ്ടതാണ്. കൊല്ലം മുറി കൂടി കഴിഞ്ഞാൽ 2 കാരണവും പൂർത്തിയായി. ഈ 2 കാരണവും പൂർത്തിയാൽ പിന്നെ അനിവാര്യമായ മറ്റു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ സക്കാത്തിനെ പിന്തിപ്പിക്കാൻ പറ്റില്ല. ആ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ എന്ന് പറയുന്നത് ഒന്നിരിക്കൽ അവന്റെ ഈ സമ്പത്ത് അവിടെ കൈകാര്യം ചെയ്യാൻ, അത് വേറെ ഏതോ ഒരു സ്ഥലത്താണ്, അവൻ അത് കൈകാര്യം ചെയ്യാൻ അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ അതുമായി ബന്ധപ്പെട്ടു വന്നു എങ്കിൽ പിന്തിപ്പിക്കുക എന്നല്ലാതെ
ഇത് കൊടുത്തു വീട്ടാനുള്ള സൗകര്യമൊക്കെ പെട്ടിട്ട് അതിനെ ഇനി റമദാനാണല്ലോ വരുന്നത്, റമദാനിൽ കൊടുത്താൽ കൂടുതൽ പ്രതിഫലം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഷഅബാനിൽ സക്കാത്ത് ഒരാൾക്ക് നിർബന്ധമായതിനെ സൗകര്യം കിട്ടിയിട്ടും റമദാനിലേക്ക് പിന്തിപ്പിക്കമായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ വലിയ ബിസിനസ്സുകാരും അല്ലെങ്കിൽ കച്ചവടക്കാർക്കുമൊക്കെ അവര് സാധാരണ വർഷം മുറികൂടുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കുന്നവരാണ്. അതേ സമയത്ത് ഇടക്കാലത്ത് ഇവർക്കിങ്ങനെ സഹായം പലരിലേക്കും സഹായം നൽകേണ്ടെന്ന ആവശ്യം വരുമ്പോ ആ നൽകുന്ന സഹായങ്ങള് സക്കാത്താണ്, ഉളരിക്കൊടുക്കുന്ന മുൻകൂട്ടി കൊടുക്കുന്ന സക്കാത്താണ് എന്ന് കരുതിക്കൊണ്ട് അത് നൽകുകയാണെങ്കിൽ അതിന് വിരോധമില്ല. അങ്ങനെ നൽകുന്നത് അവർ കുറിച്ചു വെക്കുകയും എന്നിട്ടൊരു വർഷം തികയുന്ന സമയത്ത് അവരുടെ കച്ചവടത്തിന്റെ ചരക്ക് കണക്കുകൂട്ടി അതിന്റെ സക്കാത്ത് കൊടുക്കുമ്പോ മുന്നേ ഈ കൊടുത്തു കുറിച്ചു വെച്ചത് ഏകദേശം ഒരു ബിസിനസിന്റെ സക്കാത്തിന്റെ അത്രയുണ്ട് എങ്കിൽ അതിന്റെ സക്കാത്താണ് അത് എന്ന് കരുതിയാൽ മതി. അതുപോലെ തന്നെ ഇന്ന മുൻകൂട്ടി കൊടുക്കുന്ന സമയത്ത് ഇന്ന സമ്പത്തിന്റെ സക്കാത്താണ് എന്ന് കരുതണം എന്നില്ല. അത് വേർതിരിച്ച് തന്നെ 2-3 ബിസിനസ്സുകളോ അല്ലെങ്കിൽ 2-3 വകുപ്പിലൂടെ സക്കാത്ത് സാമ്പത്തികമായിട്ട് നൽകാൻ അവകാശം ഉത്തരവാദിത്തമുള്ളവരാണെങ്കിലും മുൻകൂട്ടി കൊടുക്കുന്ന സമയത്ത് അത് ഇന്ന സ്വത്തിന്റെ സക്കാത്താണ് എന്ന് നിർണിതമായി കരുതേണ്ടതില്ല. വർഷം തികയുന്ന സമയത്ത് അതിന്റെ സക്കാത്ത് കണക്കുകൂട്ടുമ്പോ എത്രയാണോ ഉള്ളത് അപ്പൊ മുൻകൂട്ടി കൊടുത്തത് കണക്ക് കൂട്ടിക്കൊണ്ട് അത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ സക്കാത്താണ് എന്ന നിലക്ക് വീടുന്നതാണ്. പിന്നെ ബാക്കിയുള്ളതിന്റെ സക്കാത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ മുൻകൂട്ടി സഹായങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യമുള്ളവർക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ അവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, മുൻകൂട്ടി അങ്ങനെ സഹായങ്ങളൊക്കെ നൽകുന്നവർ അത് സക്കാത്താണ് എന്ന് കരുതുന്നത് നൽകപ്പെടുന്നത് സക്കാത്തിന് അവകാശികളാകുന്ന വ്യക്തികളായിരിക്കണം. പൊതുസ്ഥാപനങ്ങൾക്കോ പൊതുകാര്യങ്ങൾക്കോ പൊതു തസ്തികകളിലേക്കോ നൽകുന്ന സംഭാവനകളൊന്നും മുൻകൂട്ടിയുള്ള സക്കാത്താണ് എന്ന് കരുതാൻ പറ്റില്ല. കാരണം സക്കാത്തിന്റെ അവകാശികളായിട്ട് ഇസ്ലാം 8 വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് വ്യക്തിപരമായ വിഷയങ്ങളാണ് അതിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പൊതു ആവശ്യങ്ങൾക്കോ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് എന്നുവെച്ചാൽ പള്ളി, മദ്രസ, അതുപോലുള്ള കോളേജുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പൊതുഫണ്ട് അതിലേക്കൊന്നും ഈ സക്കാത്തിന്റെ വിഹിതം നീക്കിവെക്കാൻ പാടുള്ളതല്ല. അത് വ്യക്തികൾക്ക് ഉടമപ്പെടുത്തി കൊടുക്കേണ്ടതാണ് സക്കാത്തിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി സംഭാവന നൽകുന്നവർ, സഹായം നൽകുന്നവര് അത്തരം വ്യക്തികൾക്ക് നൽകുന്ന കാര്യങ്ങളിലാണ് ഇതെന്റെ സക്കാത്താണ് എന്ന് കരുതി മുൻകൂട്ടി നൽകുന്ന സക്കാത്താണ് എന്ന് കരുതി കൊടുക്കുകയും വർഷാവസാനം കണക്കുകൂട്ടി ഇത് അതിലേക്ക് നീക്കം ചെയ്യാവുന്നതുമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ വർഷം മുഴുവനും സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ തികയുകയും അതൊരു വർഷം മുറികൂടുകയും ചെയ്യണം എന്ന 2 നിബന്ധന, കറൻസിയുടെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ നിബന്ധന, അത് കച്ചവടത്തിന്റെ സക്കാത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് നടത്തുന്നവർക്ക് അതിന്റെ സക്കാത്തിന്റെ പരിധി എത്തിയിട്ടില്ലെങ്കിലും നൽകാവുന്നതാണ്, മുൻകൂട്ടി നൽകാവുന്നതാണ്, വർഷം തികയുന്നതിന്റെ മുന്നേ തന്നെ നൽകാവുന്നതാണ്. കാരണം കച്ചവടം ആവുക എന്ന ഒരു കാരണം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാരണമുണ്ടായാൽ സക്കാത്ത് നൽകാം. കച്ചവടം, തിജാറത്ത് എന്നൊരു കാരണമുള്ളത് കൊണ്ട് നൽകാവുന്നതാണ്. സമ്പത്തിന്റെയും അതുപോലെ ഈ സ്വർണ്ണവെള്ളി, കറൻസി പോലുള്ള സമ്പത്തിന്റെ സക്കാത്തിൽ 2 കാരണം വേണം. അതില് 2 കാരണത്തിൽ ആദ്യം ഉണ്ടാവുക നിസാബ് തികയുക എന്നുള്ളതാണ്, സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ആവുക എന്നുള്ളത്. അങ്ങനെ സംഖ്യ ആയാലാണ് സക്കാത്ത് ആ സമ്പത്തുമായി ബന്ധപ്പെടുന്നത്. അപ്പൊ അതാവുന്നതിന്റെ മുന്നേ അതിന്റെ സക്കാത്താണ് എന്ന് പറഞ്ഞു കൊടുത്താൽ സക്കാത്ത് വീടുന്നതല്ല. ഒരാളുടെ കയ്യിൽ മാസം അയാൾക്ക് ഒരു 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അയാൾക്ക് ശമ്പളമുണ്ട്. പ്രവാസ ലോകത്താണെങ്കിൽ 1000 റിയാൽ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു 595 ഗ്രാം വെള്ളി മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പര്യാപ്തമായ അത്രയും ക്യാഷ് അയാൾക്ക് ഇല്ല. അതിൽ കുറഞ്ഞതാണ് അയാളുടെ ശമ്പളം. അങ്ങനെയെങ്കിൽ ആ ശമ്പളം മാസം കിട്ടുന്ന സമയത്ത് ഞാൻ ഇതിന്റെ സക്കാത്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഹിതം
സക്കാത്ത് കൊടുക്കുക. അത് സക്കാത്തായിട്ട് വീടുന്നതല്ല. കാരണം സക്കാത്ത് ഒരു സമ്പത്തുമായി ബന്ധപ്പെടണമെങ്കിൽ, കെട്ടുപെടണമെങ്കിൽ അതിന് സക്കാത്തിന് ഇസ്ലാം നിശ്ചയിച്ച പരിധി എത്തിയ സംഖ്യ ആകുമ്പോഴാണ് സക്കാത്ത് അതുമായി ബന്ധപ്പെടുന്നത്. പിന്നെ നിർബന്ധമായിട്ടും അത് നൽകേണ്ടി വരുന്നത് കൊല്ലം പൂർത്തിയാകുമ്പോഴുമാണ്. ഇങ്ങനെ രണ്ടിൽ ഒരു കാരണം ഇല്ലാതെ, ഏതെങ്കിലും ഒരു കാരണമില്ലാതെ, ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന കാരണം പര്യാപ്തമാവുക എന്നുള്ളതാണ്. അപ്പൊ അക്കാരണമില്ലാതെ ഇതെന്റെ സക്കാത്താണെന്ന് പറഞ്ഞ് കിട്ടുന്ന ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിന് പര്യാപ്തമായ തുകയല്ലെങ്കിൽ അതിങ്ങനെ നൽകിയത് കൊണ്ട് അത് സക്കാത്താവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവ ശുരിത്ത ലിവുജൂബി സക്കാത്തി ഫി ദഹബി വൽ ഫിദ്ദത്തി തമാമു നിസാബിൻ കുല്ലൽ ഹൗലി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയകമായിട്ടുള്ള ചർച്ചകൾ വിശദീകരിച്ച് പറഞ്ഞത് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. കൊല്ലം മുഴുവനും ഇത് അവന്റെ ഉടമസ്ഥതയിലായി നിൽക്കുകയും വേണം. ഇടക്കാലത്ത് അത് ചെലവഴിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ തന്നെ ശമ്പളമുണ്ട് എന്ന് വെക്കാം. അങ്ങനെയുള്ള ഒരാള് ഒരു വർഷം തികയുമ്പോഴാണ് അവന് വാജിബായി നിർബന്ധമായി വരുന്നത്. ആ സംഖ്യ ഒരു വർഷം മുഴുവനും അവന്റെ ഉടമസ്ഥതയിലായി നിലനിന്നാലാണ് വർഷം മുറികൂടുന്ന സമയത്ത് അത് നൽകൽ നിർബന്ധമാകുന്നത്. അപ്പൊ സക്കാത്തിന് പര്യാപ്തമായ ശമ്പളമുള്ള ഒരാൾ അത് ലഭിക്കുന്നു, അത് അവൻ ചെലവഴിച്ചു പോകുന്നു. ഒരു മാസമോ 2 മാസമോ 3 മാസം അല്ലെങ്കിൽ വർഷം തികയുന്നതിന്റെ മുന്നേ ആയിട്ട് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു പോകുന്നുണ്ട്. അവനും സക്കാത്ത് നിർബന്ധമില്ല. എനിക്ക് സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ടും അതാത് മാസം സക്കാത്ത് നൽകൽ അവന് ബാധ്യതയായി വരുന്നില്ല. അത് അവന്റെ കയ്യിലായിട്ട്, ഉടമസ്ഥതയിലായിട്ട് ഒരു വർഷം സൂക്ഷിച്ചാലാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇടക്കാലത്ത് വെച്ച് അവന്റെ മുൽക്ക്, അവന്റെ ആ ഉടമസ്ഥത അതിൽ നിന്ന് നീങ്ങിപ്പോയാൽ, അവനിൽ നിന്ന് അത് ചെലവായി പോവുകയോ മറ്റോ ചെയ്താൽ അതിന് അവന് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. അതേ സമയത്ത് സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ഒരാളെ കയ്യിൽ വന്നു, 6 മാസം അത് അവന്റെ കയ്യിൽ തന്നെയാണ്. 6 മാസം കഴിഞ്ഞതിന് ശേഷം ഒരാൾ അവനോട് കടം ചോദിച്ചു. ആ കാശ് അവൻ കടം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവന്റെ ഉടമസ്ഥതയിൽ നിന്ന് അത് നീങ്ങിയിട്ടില്ല. താൽക്കാലികം സൂക്ഷിക്കുന്നത് മറ്റൊരു സ്ഥലത്തായി എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ കടം കൊടുത്ത് അപ്പൊ 6 മാസം കൂടി കഴിയുമ്പോൾ ഇതിന് ഒരു വർഷം തികഞ്ഞു. ആ ഒരു വർഷം തികയുമ്പോൾ അവന് സക്കാത്ത് കൊടുക്കണം. കിട്ടാനുള്ള കടത്തിന് മറ്റുള്ള ആളുടെ കയ്യിൽ നമ്മൾ കടം കൊടുത്ത് ആ കിട്ടാനുള്ള കടത്തിനും വർഷം തികയുന്ന സമയത്ത് നമ്മൾ സക്കാത്ത് കൊടുക്കണം. പക്ഷേ ആ വർഷം മുറികൂടുന്ന സമയത്ത് ഇത് തിരിച്ചു നൽകാനുള്ളവൻ ഫക്കീറായി, അവന് നൽകാൻ പ്രയാസപ്പെടുന്ന എന്നുകൊണ്ട് അത് തിരിച്ചു നൽകാൻ അപ്പോൾ കഴിയുന്നില്ല. അല്ലെങ്കിൽ അവൻ ആ കടം തിരിച്ചു നൽകാൻ വൈമനസ്യം കാണിക്കുകയാണ്, തരാ എന്നിങ്ങനെ പറഞ്ഞ് ചോദിക്കുമ്പോഴൊക്കെ വൈകിപ്പിക്കുകയാണ്. അങ്ങനെ അത് അവനിൽ നിന്നിട്ട് തിരിച്ചു ലഭിക്കുന്നില്ല എങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമാണ്. പക്ഷെ ഉടനെ കൊടുക്കൽ നിർബന്ധമില്ല. കിട്ടിയതിനു ശേഷം എത്ര വർഷം ആയോ ആ വർഷം കണക്ക് കൂട്ടി അതിന് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അതേ സമയത്ത് അവധി ഇറങ്ങിയ കടം നമ്മൾ ഇന്ന ഒരു വർഷം പൂർത്തിയാകുമ്പോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് എന്ന് പറഞ്ഞു കൊടുത്താൽ അതിന്റെ അവധി ഇറങ്ങിയിട്ടുണ്ട്, അത് അവനിൽ നിന്ന് വസൂലാക്കാൻ, തിരിച്ചു വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്, അവൻ തരാനും റെഡിയാണ്. അങ്ങനെയുള്ള കിട്ടാനുള്ള കടങ്ങള് വർഷം തികഞ്ഞാൽ ഉടനെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കിട്ടാൻ പ്രയാസപ്പെടുന്ന, തരാനും പ്രയാസപ്പെടുന്ന അത്തരം കടങ്ങള് വർഷം തികഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകുമെങ്കിലും ഉടനെ കൊടുക്കൽ നിർബന്ധമില്ല. പിന്നീട് ലഭിച്ചതിന് ശേഷം എത്ര വർഷം അത് സക്കാത്ത് കൊടുക്കാതെ കിടന്നോ അത്രയും വർഷം കണക്ക് കൂട്ടിക്കൊണ്ട് അതിന്റെ സക്കാത്ത് നൽകേണ്ടതാണ്. അപ്പൊ കിട്ടാനുള്ള കടത്തിന് സക്കാത്ത് നൽകേണ്ടി വരും. അത് ഉടമസ്ഥന ഇവൻ തന്നെയാണ്, ഉടമസ്ഥത നീങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സക്കാത്ത് അതിൽ നിന്ന് ഒഴിവായി പോകുന്നതല്ല. വർഷാവസാനം ഒരു വർഷം തീരുന്നതിന്റെ മുന്നേ അവന്റെ മുൽക്ക്, അവന്റെ ഉടമസ്ഥത ഈ സമ്പത്തിൽ നിന്ന് നീങ്ങിപ്പോവുകയാണെങ്കിൽ അതിന് സക്കാത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ചെലവായി പോവുകയോ അല്ലെങ്കിൽ അവൻ വേറെ ആർക്കെങ്കിലും അതിൽ നിന്ന് അല്പം ധർമ്മം ചെയ്യുകയോ അങ്ങനെ അതിന്റെ പര്യാപ്തമായ സംഖ്യയുടെ അളവ് കുറഞ്ഞു, എന്നാൽ സക്കാത്ത് അവന് നിർബന്ധമാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി
അങ്ങനെ ഉടമസ്ഥത നീക്കുക, തൽക്കാലം കയ്യിലുള്ള ക്യാഷ് അതിൽ നിന്നൊരു പകുതി ഭാര്യയ്ക്ക് അങ്ങ് സദക്ക കൊടുത്തു. ഭാര്യന്റെ കയ്യിലുണ്ടായാലും പിന്നീട് നമുക്ക് ഉപകരിക്കാമല്ലോ എന്നുദ്ദേശിച്ചുകൊണ്ട് പകുതി ഒരാളാണ് കൊടുത്തു. അങ്ങനെ കൊടുത്താൽ ഇനി ഇവന്റെ അടുക്കൽ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ഇല്ല. അങ്ങനെ വർഷം തികഞ്ഞു നോക്കുമ്പോ ഒരു വർഷം മുഴുവനും ഇവന്റെ ഉടമസ്ഥതയിൽ സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ഇല്ല എന്നുള്ളത് കൊണ്ട് സക്കാത്ത് കൊടുക്കണോ എന്ന് ചോദ്യം വന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഇമാമുമാർ അതിന് പറയുന്നു സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷേ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഹീലത്ത് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് തെറ്റാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് കറാഹത്തും, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറയുന്നത് അത് ഹറാമുമാണ്. മാത്രമല്ല നിയമം, കോടതി ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഇയാളെടുക്കല് മതിയായ സംഖ്യ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് അയാളോട് ചോദിക്കില്ല. അതേസമയത്ത് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ള നിലയിൽ അത്രയും സംഖ്യയിൽ നിന്ന് കുറവ് വരാൻ വേണ്ടി അല്പം ഭാര്യക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ താൽക്കാലികമായി അവര് ഹിബത്ത് കൊടുത്ത് അല്ലെങ്കിൽ സദക്ക കൊടുത്ത് എന്നിട്ടത് പിന്നീട് ഭാര്യക്കാണെങ്കിൽ പിന്നീട് തിരിച്ചു ഇവന് തന്നെ ഉപയോഗിക്കാമല്ലോ എന്നുള്ള നിലയിൽ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ പ്രത്യക്ഷമായിട്ട് ഇവന്റെ അടുക്കൽ സക്കാത്തിന് തികഞ്ഞ സംഖ്യ ഇല്ലാത്തത് കൊണ്ട് സക്കാത്ത് കൊടുക്കണമെന്ന് ഭരണകൂടം പറയില്ല. അതുപോലെ തന്നെ അതിന്റെ മസ്അല എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിന് സക്കാത്ത് നിർബന്ധമില്ല എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞാലും അള്ളാഹുവിന്റെ അടുക്കൽ വലാ യുബ്രിഉ ദിമ്മത്തു ബാത്തിനൻ, അള്ളാഹുവിന്റെ അടുക്കൽ അവന് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ പറഞ്ഞത് കാണാം. അപ്പൊ ഇങ്ങനെ ഒരു വർഷം മുഴുവനും ഉടമസ്ഥതയിലായിട്ട് സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ വർഷം തികയുകയും വേണം. സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ഒരാളെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അതിന് വർഷം തികയുന്നതിന്റെ മുന്നേ മുൻകൂട്ടി സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മുൻകൂട്ടി സക്കാത്ത് കൊടുക്കുന്നത് വർഷാവസാനം തികയുന്ന സമയത്ത് കണക്ക് കൂട്ടിക്കൊണ്ട് അതിന്റെ സക്കാത്ത് എത്രയാണോ എങ്കിൽ അതിന്റെ പരിധി അതിലേക്ക് ആ മുൻകൂട്ടി കൊടുത്തത് കൂട്ടി പൂർണ്ണമായിട്ടില്ലെങ്കിൽ ബാക്കി അപ്പോൾ കൊടുക്കേണ്ടതുമാണ്. സക്കാത്തിന്റെ സംഖ്യ പര്യാപ്തമാവാതെ അത് ഒരു സമ്പത്തിൽ ഞാൻ അതിന്റെ സക്കാത്ത് കൊടുക്കുന്നു എന്നുള്ള സക്കാത്ത് കൊടുക്കുന്നത് സക്കാത്തായിട്ട് പരിഗണിക്കുന്നതും അല്ല. ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണത്തിന് വേണ്ടി അല്പസമയം നീക്കിവെക്കുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സംശയം ചോദിക്കാനുള്ളവര് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. സമയം പരിധി അനുസരിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഈ ചർച്ചയുമൊക്കെ അവന്റെ പൊരുത്തത്തിലായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഈ അനന്തര അവകാശത്തിന്റെ സ്വത്ത് ഉടമയാക്കുന്നത് ഇവളിന് പകരമായിട്ടല്ല. അപ്പോ പിതാവിന്റെ ഒരു കട ഉണ്ടായിരുന്നു, അത് വിഹിതം വെച്ച് കിട്ടി. അങ്ങനെ കിട്ടിയതിപ്പോ ഇവളിന് പകരമല്ല, സാധാരണ ഹിബത്തായിട്ടൊക്കെ കിട്ടിയതാണ്. അപ്പൊ ഹിബത്തായുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടാണ് ഒരാൾ കച്ചവടം തുടങ്ങുന്നത് എങ്കിൽ അതിൽ അത് തിജാറത്തിന്റെ പരിധിയിൽ വരൂല എന്നും സക്കാത്തിന്റെ പരിധിയിൽ വരൂല എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോ ആ രീതിയിൽ അത് ഇവതിന് പകരമായിട്ട് വാങ്ങിയതല്ല എന്നതിന്റെ പേരിൽ അതിന് സക്കാത്ത് വരാത്ത പ്രശ്നം വരുമോ? അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഇവളിന് മുഖാബലയിൽ അതിന്റെ ഒരു എന്തെങ്കിലും ഒരു വസ്തു പകരത്തിനായിട്ട് ലഭിക്കുന്ന ചരക്ക് അതിൽ കച്ചവടം ഉദ്ദേശിച്ചുകൊണ്ട് തസറുഫ് തുടങ്ങുമ്പോഴാണ് അത് തിജാറത്തിന്റെ കച്ചവട ചരക്ക് എന്ന വസ്ഫ് എന്ന ഗുണം അതിന് വരുന്നത്. അതിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ അത് ആ ഇവള് എന്ന് പറയുന്നത് ഒന്നിരിക്കല് അവന് മഹറിന് പകരമായിട്ട് ലഭിച്ചതോ അല്ലെങ്കിൽ ഹുൽഅ് ചെയ്യുമ്പോൾ അതിന് പകരം കിട്ടും അങ്ങനെയോ, അല്ലെങ്കിൽ ഹിബത്ത് എന്ന് നിങ്ങൾ പറഞ്ഞത് നിരുപാധികമല്ല. ഹിബത്ത് ബിലാ സവാബുമുണ്ട്, ഹിബത്തും ബി സവാബുമുണ്ട്. അതിൽ ഹിബത്തും ബിലാ സവാബാകുമ്പോൾ അത് ഇവളല്ല, പകരമല്ല.
അതിൽപ്പെട്ട ഒന്നാണ് ഇർസ്, അനന്തരം കിട്ടുക എന്ന് പറയുന്നത്. അതും ഒരു ഇവലിന് പകരമായിട്ട്, ഒരു ഇവലിന്റെ മുക്കാബലയിൽ, ഇവല് എന്ന് പറഞ്ഞാൽ അതിന് പകരം, ഇവല് എന്ന് പറയുന്ന ഇതിന്റെ അറബ് അർത്ഥം തന്നെ പകരം നാട്ടോ. അപ്പൊ പിന്നെ ഇവലിന് പകരം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ഒരു ഇവലിന്റെ മുക്കാബലയിൽ അവന് ഒരു പകരം നൽകിയതിന്റെ വസ്തുവായിട്ട് ലഭിച്ച സാധനം എന്നുള്ളതിൽ ഇർസ് പെടുകയില്ലല്ലോ. അനന്തരം അത് അവനൊരു സദക്ക ലഭിക്കുന്നത് പോലെ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ. അപ്പോ അതൊരു ഇവലിന്റെ മുക്കാബലയിൽ അല്ലല്ലോ. അത് തികച്ചും ന്യായമായ ഒരു സംശയം തന്നെയാണ്. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിസിനസ്സുകാരനായ ഉപ്പ അങ്ങനെ മരിച്ചു, ഇവന് ഇർസ് എന്നുള്ള നിലയിൽ അത് കിട്ടി. അങ്ങനെ കിട്ടിയാൽ അതിന് ആ ചരക്കുകൾക്ക് സക്കാത്തില്ല. അത് വെച്ചിട്ട് മാത്രമല്ലല്ലോ ഒരു വർഷം മുഴുവനും ഓൻ കച്ചവടം നടത്തുക. ആ ചരക്ക് മാത്രം ഒരു ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അനന്തരമായിട്ട് ഒരാൾക്ക് കിട്ടി, ഉപ്പ മരിച്ചു, അങ്ങനെ ഇത് പിന്നെ അനന്തരമായിട്ട് ഇവന് കിട്ടി. ഉപ്പ മരിക്കലോടുകൂടെ അത് തിജാറത്തിന്റെ സ്വത്ത് എന്നുള്ള വർഷം അതിന് കണക്ക് കൂട്ടുകയില്ല. പിന്നെ അത് അനന്തരാവകാശികൾക്ക് ഇർസായിട്ട് കിട്ടുകയും ആ അനന്തരാവകാശി ഒരു വർഷം മുഴുവനും ആ ചരക്ക് മാത്രമല്ലല്ലോ കച്ചവടം നടത്തുക, അതില് ദിവസേന ചരക്കുകൾ വീണ്ടും ഇറക്കി വിൽപ്പന നടത്തുന്നു, വീണ്ടും ഇറക്കുന്നു, വിൽപ്പന നടത്തുന്നു, വീണ്ടും ഇറക്കുന്നു. അങ്ങനെ ഒരു വർഷം തികയുന്ന സമയത്ത് അപ്പോഴുള്ള ചരക്കാണ് കണക്ക് കൂട്ടേണ്ടത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വർഷം മുഴുവനും വേറെ ചരക്കുകളൊന്നും ഇവൻ ഇതിൽ ഇറക്കാതെ ആ കിട്ടിയ സാധനം മാത്രമാണ് വിറ്റത് എങ്കിൽ അതിന് തിജാറത്തിന്റെ സക്കാത്തില്ല. അത് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇമാം സയ്യിദ് ബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. വഖറജ ബിദാലിക, ഒരു ഇവലിന്റെ മുക്കാബലയിൽ മിൽക്കാക്കിയതാവണം, ഉടമപ്പെടുത്തിയതാവണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ പരിധിയുടെ പുറത്താണ് മാ മല്ലക ബിഗൈരി മുആവറത്തിൻ, അങ്ങനെ ഒരു ഇവല് അല്ലാതെ അവന് ലഭിച്ച ചരക്കുകൾ കൈർസിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൈർസിൻ അനന്തരമായി ലഭിച്ചതുപോലെ. അപ്പൊ അനന്തരമായിട്ട് ലഭിക്കുന്ന ഒരു ഇവലിന്റെ മുക്കാബലയിൽ അല്ലാതെ ലഭിച്ചതാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ഫൈദാ തറക്ക ലി വറസത്തിഹി ഉറൂല തിജാറത്തിൻ, ഒരു ആള് മരിച്ചു, അയാളുടെ അനന്തരാവകാശികൾക്ക് ഉള്ള അയാളുടെ ബിസിനസ് അനന്തര സ്വത്തായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ലം തജിബ് അലൈഹിം സക്കാത്തുഹ, ആ അനന്തരാവകാശികൾക്ക് അതിൽ സക്കാത്ത് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വക്ക ഹിബത്തിൻ ബിലാ സവാബ്, അത് പിന്നെ സവാബില്ലാത്ത ഹിബത്ത് എന്ന് വേറെ വിഷയം. അപ്പോ അനന്തര സ്വത്തായിട്ട് അങ്ങനെ ലഭിച്ചത് ഒരു ഇവലിന്റെ മുക്കാബലയിൽ അല്ലാത്തത് കൊണ്ട് അതിപ്പോ കച്ചവടച്ചരക്കല്ല. അതുകൊണ്ട് തന്നെ അത് ഇനി കച്ചവടച്ചരക്കാവുന്നത് അതിലിന് അദ്ദേഹം ഒരു വർഷം മുഴുവനും അതുമാത്രമല്ലല്ലോ വിൽക്കുന്നത്, അതിൽ വേറെയും സാധനങ്ങൾ ഇറക്കി ആ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോവാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ തസറുഫ് തുടങ്ങിയാൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് അത് കച്ചവടച്ചരക്കായിട്ട് കൂട്ടുന്നതും കച്ചവടത്തിന്റെ വർഷം കണക്ക് കൂട്ടുന്നതും തുടങ്ങുന്നതും അവിടെ നിന്ന് അങ്ങോട്ടാണ്. അതിന്റെ മുന്നെയൊന്നും അത് കച്ചവടച്ചരക്കോ അല്ലെങ്കിൽ ചരക്കിന്റെ സക്കാത്തിനുള്ള സമയമോ ആയിട്ട് കൂട്ടുന്നില്ല. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ട് മൈക്കെടുത്തതാണ്. ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റോ ആയിട്ട് കിട്ടുന്ന പലിശ സക്കാത്തിന്റെ കണക്കുണ്ട് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണോ? അതുപോലെ കുഴൽപ്പണം ജോലിയായി സ്വീകരിച്ചിട്ട് കിട്ടിയ ലാഭ പൈസയും അത്ര തന്നെ ഉണ്ട്, അതിന് സക്കാത്ത് കൊടുക്കണോ? അതായത് കുഴൽ പൈസയുടെ വിധിയും അതിന്റെ ലാഭ പൈസക്ക് സക്കാത്ത് കൊടുക്കണോ എന്ന്. നേരത്തെ അനന്തര സ്വത്ത് കിട്ടിയതുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന്റെ
ചരക്കിനെ സംബന്ധിച്ച് ചോദിച്ച ആളുടെ സംശയം തീർന്നു കാണുമെന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം രണ്ടാമത് എന്തോ ചോദിച്ചിരുന്നു. പക്ഷെ അത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ആരും ഞാൻ കേട്ടിട്ടില്ല, മറ്റുള്ളവരും കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടാമത് വേറെ ആൾ ചോദ്യം ചോദിച്ചത്. അയാൾക്ക് ഇനി സംശയമുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ബാങ്കില് ഒരാള് അടച്ച ക്യാഷിന് അയാൾക്ക് പലിശ ഉണ്ട്, അതിന് സക്കാത്തുണ്ടോ എന്നാണ്. പലിശ എന്ന് പറഞ്ഞാൽ വൻ കുറ്റമാണ്, വലിയ തെറ്റാണ്. അത് ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും തിരിയാം. പക്ഷെ ചോദ്യം ചോദിച്ച വലിയ കൂളായിട്ട് ആ ചോദ്യം കേട്ടപ്പോ പലിശക്ക് കുഴപ്പമൊന്നുമില്ല, ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പലിശ വാങ്ങാൻ ഞാൻ സക്കാത്ത് കൊടുക്കണോ വേണ്ട എന്നുള്ളതിൽ സംശയമുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വൻ കുറ്റമാണ് ഇസ്ലാമില് അഹ്ലല്ലാഹുൽ ബൈഅ വ ഹറമർ റിബ. ഇസ്ലാം ഖുർആൻ വളരെ നസ്സായി കടുത്ത ഭാഷയില് തെറ്റാണ് എന്ന് പറയുകയും മാത്രമല്ല അല്ലാഹു രണ്ട് വിഭാഗത്തിനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു വിഭാഗമാണ് പലിശയുമായി ബന്ധപ്പെടുന്നവർ എന്നാണ്. ഒന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കളെ എതിർക്കുന്നവര്, അവരോട് അല്ലാഹു തആല പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ്. അതുപോലെ പലിശയുമായി ബന്ധപ്പെട്ടുന്നവരോടും അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചു. അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ ആ യുദ്ധത്തിൽ ഒരാളും ജയിക്കൂലല്ലോ. അപ്പൊ ഇവന് നാശമല്ലാതെ ഏത് രംഗത്തും, സാമ്പത്തിക രംഗത്താണെങ്കിലും അതുപോലെ സമാധാന മാനസികമായ രംഗത്താണെങ്കിലും ദുന്യാവിന്റെ വിഷയങ്ങളിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും അവസാനം അവന് പരാജയം ഉണ്ടാവുകയുള്ളൂ. യംഹഖുല്ലാഹു റിബ വയുർബി സഖാത്ന. പലിശയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വത്തുണ്ടോ, അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുന്ന ശരീരമുണ്ടോ, അവരൊക്കെ അല്ലാഹു തആല നശിപ്പിക്കും. അവർക്ക് ഒരിക്കലും വളർമയോ വിജയമോ ഉണ്ടാവില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിഷയങ്ങളിലേക്ക് പോവല്ല. അങ്ങനെ ചോദ്യത്തിന് അങ്ങനെ ഒരു ധ്വനി വന്നപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അല്ലാഹു തആല നമുക്ക് അവന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്നതിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും ഈ പലിശ അത് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല. പലിശ വാങ്ങാൻ പാടില്ല, ഹറാമായതുകൊണ്ട് അത് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല. അവനവന്റെ ഉടമസ്ഥതയിലായിട്ട് സക്കാത്തിന്റെ പരിധി എത്തി വർഷം തികഞ്ഞാലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. ഇത് അവന് ഉപയോഗിക്കാൻ തന്നെ പാടില്ലാത്തതും വാങ്ങാൻ തന്നെ പാടില്ലാത്തതും ഇവന്റെ ഉടമസ്ഥതയിൽ അല്ലാത്തതുമായ സാധനമായതുകൊണ്ട് അതിനൊരിക്കലും സക്കാത്ത് അതിന് വരുന്നില്ല. പിന്നെ നിങ്ങൾ രണ്ടാമത് ചോദിച്ചിരുന്നത് കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം, ആ ലാഭത്തിന് സക്കാത്തുണ്ടോ? അതുപോലെ തന്നെ കുഴൽപ്പണ ഇടപാട് ചെയ്യുന്ന ജോലി അതിന്റെ വിധി എന്താണ്? ഇങ്ങനെ രണ്ട് ചോദ്യം. അത് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ടതാണ്. സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ പരസ്യമായിട്ട് അതിന്റെ നിയമങ്ങൾ കൂടുതൽ പറയുന്നത് അത് നിയമപരമായിട്ട് നല്ലതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷേ തിരിയാൻ വേണ്ടി ഒന്ന് രണ്ട് സൂചനയിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആ ജോലി എന്ന് പറയുന്നത് ഇപ്പോ യഥാർത്ഥത്തിൽ സൈറഫി എന്നൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന രൂപത്തിലുള്ള ഒരു ജോലി, നാണയ കൈമാറ്റ കച്ചവടക്കാർ എന്ന് വേണമെങ്കിൽ അവരെ സംബന്ധിച്ച് പറയാം. ഒരു നാണയത്തിന് മറ്റു നാണയം കൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നത് സൈറഫി എന്ന് പറഞ്ഞിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ ഇനത്തില് ആ ജോലിയെ ഉൾപ്പെടുത്താം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അതൊരു കച്ചവടമല്ല എന്നുള്ള രൂപത്തിൽ അതിന് കച്ചവടത്തിന്റെ സക്കാത്ത് അതിന് ബാധകം ആകുന്നില്ല. പിന്നെ അയാൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടായി, അത് സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ അയാളുടെ കയ്യിൽ ഒരു വർഷം സൂക്ഷിപ്പുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നല്ലാതെ നേർക്ക് നേരെ ഇതൊരു കച്ചവടമായിട്ട് ആ കച്ചവടത്തിന്റെ പരിധിയിൽ ആ ബിസിനസ് പെടുന്നില്ല. ബിസിനസ് എന്ന് പേര് പറഞ്ഞാലും അത് സക്കാത്ത് നൽകാൻ ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞ ഉള്ള തിജാറത്ത് അല്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യവുമായി ബന്ധപ്പെടുന്നവർക്ക് ഇത് കച്ചവടമാണ് എന്നുള്ള നിലയിൽ ഒരു വർഷം കൂടുമ്പോ കച്ചവടച്ചരക്ക് വില കെട്ടി നിശ്ചയിച്ച് നിശ്ചയ ശതമാനം കൊടുക്കുക എന്ന് പറയുന്ന ബിസിനസ്സായിട്ട് അതിന് ബന്ധമില്ല. അതേസമയത്ത് സൈറഫിയൻ ബാദിലിൻ ഒരു നാണയത്തെ, കയ്യിലുള്ള ഒരു നാണയത്തെ മറ്റു നാണയം കൊണ്ട് കൈമാറ്റം നടത്തപ്പെടുന്ന ഒരു ഏർപ്പാട് എന്ന് അതിന് പറയൂ. അത്തരം കാര്യങ്ങളിൽ സക്കാത്ത് ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ചെയ്യുന്ന ജോലിയുണ്ട്, ആ ജോലിയുടെ നിയമമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് പരസ്യമായിട്ട് അതിന്റെ നിയമം കൂടുതൽ വിശദീകരിച്ച് ഇതുപോലുള്ള മീഡിയകളിലൂടെ പറയാൻ വിഷമമുള്ളത് കൊണ്ട് ഞാനതിന് സൂചിപ്പിക്കുന്നു. ആ ജോലി തികച്ചും തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ.
കാരണം ഒരു രാഷ്ട്രം ഒരു രാജ്യത്തിന്റെ പൊതുനിയമങ്ങൾ, ആ പൊതുനിയമങ്ങൾ രണ്ട് രൂപത്തിലുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോ രാജ്യത്തിന്റെ ഭരണാധികാരികൾ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഗുണത്തിനു വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും മസ്ലഹത്തിന് വേണ്ടിയൊക്കെ ചില നിയമങ്ങൾ പ്രഖ്യാപിക്കും. അങ്ങനെയുള്ള പൊതുനിയമങ്ങൾ, ആ നിയമങ്ങൾ പരസ്യമായിട്ട് ആ നിയമങ്ങളാണെങ്കിലും അതുപോലെ വേറെ ചില നിയമങ്ങളുണ്ട്, അത് അംഗീകരിക്കാതിരുന്നാൽ രാജ്യത്തെ ജനങ്ങൾക്ക് അവന് തന്നെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അതുകൊണ്ട് ശാരീരികമായിട്ടോ മറ്റോ വിഷമങ്ങൾ നേരിടും. ഇങ്ങനെയുള്ള നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങളിൽ നിന്ന് രണ്ട് നിയമമാണെങ്കിലും ആ രണ്ട് നിയമങ്ങളും ഭരണാധികാരിയോ ഭരണകൂടമോ പ്രഖ്യാപിച്ച ഈ നിയമങ്ങൾ പരസ്യമായിട്ട് ലംഘിക്കാൻ പാടില്ല, അനുവദനീയമല്ല. കാരണം ഒരു രാജ്യത്തെ ഭരണാധികാരിയോ അല്ലെങ്കിൽ ഭരണകൂടം പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അത് ലംഘിച്ചാൽ അതിനൊക്കെ ശിക്ഷയുണ്ട്. ഏത് നിയമമാണെങ്കിൽ ലംഘിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ചെറിയ ശിക്ഷകളാകാം അല്ലെങ്കിൽ വലിയ ശിക്ഷകളാകാം. ലംഘിക്കപ്പെടുന്ന വിഷയങ്ങളുടെ തോതനുസരിച്ച് ഭരണകൂടത്തിന്റെ ഭാഗത്തിൽ നിന്ന് അതിന് ശിക്ഷകളുണ്ടാവും. എത്രത്തോളം ഇഷാറ, നമ്മൾ സിഗ്നൽ ലംഘിച്ചാൽ വരെ അതിന് ചില കറാമകളും ശിക്ഷകളും ഒക്കെയുണ്ട്. അപ്പൊ എന്നതുപോലെ പല നിയമങ്ങളും ഇസ്ലാമിക ഭരണകൂടമാവട്ടെ അല്ലാത്ത ഭരണകൂടമാവട്ടെ രാജ്യത്തെ ജനങ്ങളുടെയും അത് പൗരന്മാരുടെ പുരോഗതിക്കും അവരുടെ ശാരീരിക സാമ്പത്തിക സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ പൊതു മസ്ലഹത്ത് എന്നുള്ള നിലയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ ഒരിക്കലും പരസ്യമായിട്ട് ലംഘിക്കപ്പെടാൻ പാടില്ല, ലംഘിക്കാൻ പാടില്ല. അത് പാടില്ല എന്ന് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമാണ്. അങ്ങനെ നിയമമാണ് എന്ന് പറയാനുള്ള കാരണം അതിൽ രണ്ട് അപകടങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, പൊതുസമൂഹത്തിന് അപകടങ്ങൾ വരുത്തി തീർക്കുന്ന ചില നിയമങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ സിഗ്നൽ ലംഘിക്കുക, അത് ഭരണകൂടം മുറൂർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് സിഗ്നൽ അവിടെ നിർത്തിക്കൊള്ളണം, അത് ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. അത് ചിലപ്പോൾ ജയിലാവാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ പിഴയാവാം. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഭരണകൂടം എടുക്കാറുണ്ട്. അങ്ങനെ ലംഘിക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് എന്താ? ഒന്നിരിക്കൽ ഇവന്റെ വണ്ടി മറ്റൊരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് മറ്റുള്ളവർക്ക് ശാരീരികമായിട്ട് അപകടങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഇവന്റെ ശരീരത്തിൽ തന്നെ അപകടം വരുന്നു. അങ്ങനെ അപകടം വരുന്ന ഒരു ചുറ്റുപാട് ഉള്ളതുകൊണ്ട് അത് അംഗീകരിക്കൽ നിർബന്ധമാണ്. അംഗീകരിക്കാതിരുന്നാൽ ഇങ്ങനെ അപകടങ്ങളിലേക്ക് വരുന്നു. ഈ അപകടങ്ങൾക്ക് പുറമെ അത് ലംഘിച്ചതുകൊണ്ട് ഇവന് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തിൽ നിന്ന് ശിക്ഷയും വരുന്നു. അങ്ങനത്തെ നിയമങ്ങൾ. അപ്പോ ഒരാള് സിഗ്നലിൽ എത്തി നോക്കുമ്പോ അങ്ങനെ അപകടങ്ങൾ ഒരു രാത്രിയാണ്, വണ്ടികളൊന്നുമില്ല, പക്ഷെ സിഗ്നൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമല്ലോ, പച്ചയായിട്ടും ചുവപ്പായിട്ടും. അപ്പോ നാല് ഭാഗത്തേക്ക് നോക്കി, അല്ലെങ്കിൽ രണ്ട് ഭാഗത്താണല്ലോ, ആ ഭാഗത്തൊക്കെ നോക്കി വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി എന്നാൽ ഞാൻ അവന് പോകാൻ പറ്റുമോ? കാരണം ഈ നിയമം ഉണ്ടാവാനുള്ള കാരണം എന്താ? അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുക, മറ്റുള്ളവർക്കോ തന്റെ ശരീരത്തിന് അപകടമില്ലാതിരിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ മുഖ്യ കാരണം. അതില്ല എന്ന് അവൻ ഉറപ്പുവരുത്തി. എന്നാൽ ഇനി ആ സിഗ്നൽ ലംഘിച്ചു പോവാൻ പറ്റുമോ? അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ക്യാമറ ഉള്ള സ്ഥലമായിരിക്കും. അങ്ങനെ ഈ ക്യാമറ മുഖേന ഇവനെ പിടികൂടി കഴിഞ്ഞാൽ ഇവന് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്ന് ശിക്ഷയുണ്ടാവും, ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയുണ്ടാവും. മറ്റുള്ളവർക്ക് ഇപ്പൊ അപകടമില്ലെങ്കിലും ശിക്ഷയുണ്ട് എന്നുള്ള നിലക്ക്. അപ്പൊ തഅർറുദു ലിഉഖൂബത്തിൽ ഹാക്കിമി, ഈ ഭരണകൂടത്തിന്റെ ശിക്ഷ വെറുതെ ഏറ്റുവാങ്ങാൻ വേണ്ടി നിന്നുകൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അവിടെയുണ്ട്. അപ്പം അത് നിരീക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ക്യാമറ അതുപോലുള്ളത് കൊണ്ട് ഇവനെ പിടികൂടുമെന്ന് കണ്ടാൽ അപ്പോഴും പോകാൻ പാടില്ല. കാരണം തഅർറുദു ലിഉഖൂബത്തിൽ ഹാക്കിമി, ഭരണാധികാരിയുടെ ശിക്ഷയ്ക്ക് വേണ്ടി പാത്രമാവല്, അതിനുവേണ്ടി വിധേയമായി കരുതിക്കൂട്ടിക്കൊണ്ട് വിധേയമായി കൊടുക്കല് അതും പാടില്ലാത്തതാണ്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക എന്നാണല്ലോ. ആവശ്യമില്ലാതെ നിങ്ങളുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന, അതിനെ ശിക്ഷിക്കുന്ന വിഷയങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണല്ലോ. അപ്പൊ അത് ഈ നിയമം നിലനിൽക്കെ അത് ഇവനെ പിടിക്കപ്പെടും എന്ന് കാണുന്ന ഇത്തരം സ്ഥലങ്ങളിലും അവിടെ ശാരീരിക നാശമില്ലെങ്കിലും പരസ്യമായ നാശമില്ലെങ്കിലും ഇവന് ശിക്ഷ ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന രൂപത്തിൽ അതിനെ ലംഘിക്കൽ തെറ്റായിട്ട് വരും. അപ്പൊ ഇങ്ങനെ രണ്ട് രൂപത്തിൽ അത് തെറ്റ്. ഇനി അത് രണ്ടുമില്ല, ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഇപ്പൊ തൽക്കാലം മുറൂറോ മറ്റോ ഇത് നിരീക്ഷിക്കുന്ന ആളോ പിടിവെക്കപ്പെടുന്ന സാഹചര്യമൊന്നുമില്ല, വണ്ടി ഇവിടെ ഒന്നും വരുന്നില്ല, എന്നാൽ തൽക്കാലം അവനെ സിഗ്നലാണ്ട് കട്ട് ചെയ്തു പോയി. അതുപോലെ ഹറാമാണ് എന്നോ വൻകുറ്റമാണോ എന്നൊന്നും പറഞ്ഞുകൂടാ.
ഇങ്ങനെയുള്ള നിയമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തിൽ നിന്ന് വരും. അതുപോലെ ഒരു നിയമം കൂടി, ഒരു ഉദാഹരണം കൂടി ഓർമ്മപ്പെടുത്തുന്നു. സാമ്പത്തികമായിട്ട് ക്രയവിക്രയങ്ങൾ നടത്തുമ്പോ അത് അതിന്റെ ലീഗലായ നിയമപരമായ മാർഗത്തിലൂടെ ആവണമെന്ന് ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടാവും. അതിന് എതിരായിട്ട് വന്നാൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകരുകയോ അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്തേക്കും, അനിയന്ത്രിതമായിട്ട് അങ്ങനെയുള്ളൊരു ചുറ്റുപാട് വന്നുപോയാൽ. അപ്പൊ ആ ചുറ്റുപാടിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കും. കറൻസികൾ സാമ്പത്തിക കൈമാറ്റം ചെയ്യപ്പെടുന്നതിനൊക്കെ ഓരോ നിയമങ്ങൾ ഉണ്ടാകും. അനധികൃതമായിട്ട് സമ്പത്തുകൾ വന്നു കഴിഞ്ഞാൽ, കുമിഞ്ഞുകൂടിയാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഓരോ രാഷ്ട്രത്തിന്റെയും ഭദ്രതയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കും. ആ നിയമങ്ങള് പാലിക്കല് ഓരോരുത്തർക്കും ബാധ്യതയാണ്. അതേ സമയത്ത് ഒരാള് അതിനെ ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് മൊത്തം വൻ സാമ്പത്തിക തകർച്ചയും അത് മുഖേന വൻ വിപത്തുകളും പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ലംഘിക്കാൻ പാടില്ല. അതേ സമയത്ത് അങ്ങനെയുള്ള ഒരു അപകടങ്ങൾ, സാമ്പത്തിക വൻ തകർച്ചയോ അത് മുഖേന വൻ നാശനഷ്ടങ്ങളോ രാജ്യത്തിനോ സമൂഹത്തിനോ ഇല്ല എങ്കിൽ ആ നിയമം ഒരാള് പരസ്യമല്ലാതെ രഹസ്യമായി ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നും വരുന്നില്ല, അത് വലിയൊരു കുറ്റമായിട്ടൊന്നും കണക്കാക്കപ്പെടുന്നില്ല. പരസ്യമായിട്ട് ലംഘിക്കുകയാണെങ്കിലോ അത് പിന്നെ ഈ പണം പിടികൂടാനും അവനതിന്റെ പേരിൽ ശിക്ഷയ്ക്ക് വിധേയമാകാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് പരസ്യമായിട്ട് ആ ഏർപ്പാട് നടത്താനും പറ്റില്ല. അതേ സമയത്ത് ഒരാൾ രഹസ്യമായിട്ട് ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് വൻ സാമ്പത്തിക തകർച്ചയും വൻ പ്രതിസന്ധികളൊന്നും അത് മുഖേന ഇല്ലാത്തതുകൊണ്ട് വിഷയമൊന്നും വരുന്നില്ല. ഈ പറഞ്ഞതിൽ നിന്ന് അതിന്റെ ആ ഏർപ്പാടിന്റെ ശറഈയായ മസല മനസ്സിലായി കാണും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത്രേ, ആ രൂപത്തിലല്ലാതെ കൂടുതൽ ഇതുപോലുള്ള മീഡിയകളിലൂടെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് അത്രേ പറയുന്നുള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ ശബ്ദം കേട്ടില്ല. അപ്പൊ ആ പറഞ്ഞ മസല മനസ്സിലായി. അപ്പൊ ഈ പറഞ്ഞത് ഇർസ് കൊണ്ടുള്ളത് ഇപ്പൊ ഇവള് കൊണ്ട് ഉടമയാക്കിയത് പോലെ തന്നെയാണ് എന്നാണ് ഇപ്പൊ മസല എന്ന് മനസ്സിലായത്. അപ്പൊ അത് ഈ താരീഫിന് തിജാറത്തിന്റെ നിർവചനം പറഞ്ഞ അതിനിപ്പോ അത് എതിരായി വരൂല എന്നൊരു സംശയമുണ്ട്. കാരണം ആ നിർവചനത്തിൽ ഇവള് കൊണ്ട് ഉടമയാക്കിയതാവണം എന്ന് പറയുമ്പോൾ ജാമ്യമാനി ആകേണ്ട താരീഫ് ആവുമ്പോൾ അങ്ങനെ ഒരു ഇഷ്കാല് വരുന്നുണ്ട്. അത് പ്രശ്നമാണെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അതിനോട് കൂടെ തന്നെ പിന്നെ ഒരു സാധനം സക്കാത്ത് ബാധകമാണ്, സാധനം മിക്സഡ് ആയ സാധനങ്ങളാണ്. ഉദാഹരണമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയ സാധനവും അല്ലാത്ത സാധനവും കൂടി ഉപയോഗിച്ചുണ്ടാക്കിയൊരു സാധനം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ജ്യൂസ് കടയിലെ ജ്യൂസ് ഉണ്ടാക്കുന്നത് പിന്നെ കാശ് കൊടുത്ത് വാങ്ങിയ പുർത്തുക്കാല് അതുപോലെ തന്നെ മുന്തിരി അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു അതോടെ മിക്സ് ആക്കിയിട്ട് അവന്റെ കിണറ്റിൽ നിന്നോ മറ്റോ കോരിയെടുത്ത പൈസ കൊടുത്ത് വാങ്ങിയതല്ലാത്ത വെള്ളം, പൈസ കൊടുത്ത് വാങ്ങിയ വെള്ളമല്ല, പൈസ കൊടുത്ത് വാങ്ങിയതല്ലാത്ത വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി മിക്സാക്കി കൊണ്ട് ഉപയോഗിച്ച് കച്ചവടം ചെയ്താൽ അതിന് സക്കാത്ത് വരുമോ? അവിടെ ഇപ്പൊ ഈ ഇവളിന്റെ വിഷയം അവിടെയും വരില്ല എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതും കൂടെ ഉസ്താദ് തീർത്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ CAR എന്നാണ് എഴുതി കാണുന്നത് 2014. നിങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളിപ്പോ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് തിജാറത്തിന്റെ നിർവചനം പറഞ്ഞതിന് എതിരാണല്ലോ പറഞ്ഞത്. അതും ഇവളിന് പകരം ഒരു ഇവളിന്റെ മുക്കാബലയില് മിൽക്കാക്കിയതിൽ പെടും ഇർസ് കൊണ്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിർവചനത്തിനെതിരാവില്ലേ നിങ്ങൾ രണ്ടാമത് ചോദിച്ചപ്പോ ഞാൻ കഴിഞ്ഞ് പറഞ്ഞ മറുപടി നിങ്ങൾ തീരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു ഇവളിന്റെ മുക്കാബലയിലായിട്ട് മിൽക്ക് ഉടമപ്പെടുത്തുന്ന ചരക്ക് എന്നുള്ളതിൽ ഏത് പെടില്ല എന്നാ പറഞ്ഞത്, പെടുന്നല്ല പറഞ്ഞത്. ഇർസ് കൊണ്ട് കിട്ടിയത് പെടൂല. അതുകൊണ്ട് ഇർസ് കൊണ്ട് കിട്ടി മാത്രം നിങ്ങൾ തിജാറ നടത്തുകയാണെങ്കിൽ കച്ചവടം ആകൂല എന്നാ പറഞ്ഞത്, അല്ലാതെ ആവുമെന്നല്ല. അങ്ങനെ ആവുമ്പോഴാണ് ജാമ്യം മാനും അല്ലാതെ അതിന്റെ പരിധിന്റെ ഉള്ളിലാടല്ലാതെ വരുന്നത് എന്ന് വരുന്നത്. അങ്ങനെയല്ല, നിർവചനം ജാമ്യവും മാനിയും തന്നെയാണ്. ആ നിർവചനത്തിൽ ഒരു യവലിന്റെ മുക്കാബിലയിലായി മിൽക്ക് ഉടമപ്പെടുത്തുക എന്നുള്ളത് ഇർസ് മുഖേന ലഭിച്ചതിനില്ല എന്നാ പറഞ്ഞത്. വഖറജ ബിദാലിക,
മാ മല്ലക ബിഗൈരി മുആവളത്തിൻ കൈർസിൻ, മുആവളത്ത് ഒരു ഇവളിന്റെ മുഖാബലയിൽ അല്ലാതെ ഉടമപ്പെടുത്തിയത് ഈ തിജാറത്തിൽ പെടില്ല. ഏതുപോലെ? ഇതിന്റെ ഉദാഹരണം കൈർസിൻ, അനന്തരം ലഭിച്ചതുപോലെ. അപ്പൊ പിന്നെ ഇനി അനന്തരം ലഭിച്ചത് തിജാറത്താവണമെങ്കിൽ എന്ത് വേണം? ഒരാൾക്ക് അനന്തരം കിട്ടിയത് ഒരു വർഷം മുഴുവനായി കഴിഞ്ഞ് വേറെ ആള് പിന്നെ ഇവതിന് പകരം വേറെ ചരക്കൊന്നും ഇറക്കാതെ ആ അനന്തരം കിട്ടിയ മാത്രം ഒരു വർഷം മുഴുവൻ കച്ചവടം നടത്തുക എന്നുള്ളത് ഉണ്ടെങ്കിലാണ് ആ പറഞ്ഞത് വരുന്നുള്ളൂ. അതേ സമയത്ത് അത് ഒരാള് ആ അനന്തരം കിട്ടിയത് ഉപയോഗപ്പെടുത്തുന്നു, എന്നിട്ട് പിന്നെ ഒരു വർഷം മുഴുവൻ നിത്യേന വിൽപ്പന നടത്തുന്നു, സാധനം ഇറക്കുന്നു, വിൽപ്പന നടത്തുന്നു, സാധനം ഇറക്കുന്നു. ആ ഇറക്കുന്നത് മുഴുവനും ഇവതിന് അല്ല എന്ന് പറയില്ലല്ലോ, അതൊക്കെ അനന്തരം കിട്ടുന്നതാവില്ലല്ലോ. അപ്പോ തിജാറത്തിന് അനന്തരം കിട്ടുന്നത് തിജാറത്ത് ആള് മരിക്കലോടുകൂടെ തിജാറത്ത് എന്നുള്ളത് അതിൽ നിന്ന് മുറിഞ്ഞുപോയി. ഇനി തിജാറത്തായിട്ട് അനന്തരാവകാശിയുടെ അടുക്കല് ഇത് തിജാറത്താവണമെങ്കിൽ അയാള് കച്ചവടത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവന് വേറെയും സാധനങ്ങൾ അതിലിറക്കി തിജാറത്ത് തുടങ്ങുമ്പോഴാണ് അതിന് തിജാറത്ത് എന്ന് പറയുക. അപ്പോഴാണ് സമയം തുടങ്ങുക. അതേ സമയത്ത് ഇത് മാത്രം വെച്ചുകൊണ്ട് ഇയാള് കച്ചവടം നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. ഒരു വർഷം മുഴുവനും വേറൊന്നും അയാൾ ഇറക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ദക്കാത്ത് ബാധകമാകാത്ത തിജാറത്താവുക. അത് ശറയിൽ ദക്കാത്ത് ബാധകമാകുന്ന തിജാറത്തിന് വീണ്ടും ഇവതിന് പകരം ഇറക്കി വീണ്ടും ഒരു വർഷമാകുമ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഇറക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടാകുമ്പോഴാണ് അത് തിജാറത്തിന് ആവുന്നത്. അല്ലെങ്കിൽ ആവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇബാറത്താണ് ഞാൻ നേരത്തെ വായിച്ചത്. ഇപ്പൊ മനസ്സിലായി കാണും എന്ന് മനസ്സിലാക്കുന്നു, ഇല്ലെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ഇവളിന് അല്ലാതെയും അതുപോലെ ആയും രണ്ടും കൂടി മിക്സായിട്ട് നടത്തുന്ന കച്ചവടം. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന് ഉദാഹരണം തന്നെ പറഞ്ഞത് കാണാം. ഒരാള് കച്ചവട നടത്തുന്ന സമയത്ത് സക്കാത്ത് ബാധകമായ സാധനമുണ്ട്, സക്കാത്ത് ബാധകമാകാത്ത സാധനമുണ്ട് എങ്കിൽ അവിടെ സക്കാത്ത് ബാധകമാകുന്ന ചരക്കിന്റെ കണക്ക് കൂട്ടിയിട്ട് അതിന് സക്കാത്ത് കൊടുക്കുക, ബാക്കിയുള്ളതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഉദാഹരണത്തിന് അയാളുടെ സ്റ്റോപ്പിൽ, നിങ്ങൾ പറഞ്ഞത് ഒരു ഉദാഹരണമാണ്, അതുപോലെ മറ്റൊരു ഉദാഹരണം, ഒരാളുടെ ഷോപ്പിൽ ഒരാളുടെ കടയിൽ അയാള് എവതിന് പകരം ഇറക്കിയ ചരക്കുണ്ട്, മറ്റൊന്ന് വലിയ വലിയ കമ്പനികള് അവര് താൽക്കാലികമായിട്ട് പിന്നെ കമ്മീഷൻ വകുപ്പില് അവരുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കും. എന്നിട്ട് അത് വിൽക്കുകയാണെങ്കിൽ ഈ കടയുടെ ഉടമസ്ഥന് ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ കൊടുക്കുകയാണ്. വിറ്റ് പോയിട്ടില്ലെങ്കിൽ സാധനം കമ്പനിക്കാർ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ വലിയ വലിയ കമ്പനികളുടെ ഏജൻസികൾ തുറക്കാറുണ്ട്. ആ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവന് പകരം മിൽക്കാക്കിയ ചരക്കല്ലാത്തത് കൊണ്ട് അച്ചരക്കിന് ഇവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതേ സമയത്ത് ആ ഏജൻസി തുറന്നവർ തന്നെ അവര് സ്വന്തമായിട്ട് വേറെയും കുറെ ചരക്കുകൾ ഇറക്കിയിട്ട് കച്ചവടം കൂട്ടത്തിൽ നടത്തുന്നുണ്ടാവും. അങ്ങനെയുള്ള കച്ചവടത്തിൽ ഇവന് പകരം തിജാറത്തിനായിട്ട് ഇവരുദ്ദേശിച്ചിറക്കിയ സാധനങ്ങളുടെ സക്കാത്ത് കണക്കുകൂട്ടി കൊടുക്കുകയും മറ്റുള്ളത് ഇവർ കൊടുക്കേണ്ടതും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങളും അതിനോടാണ് തുലനം ചെയ്യപ്പെടുന്നത്. അപ്പൊ സക്കാത്തിന് ബാധകമായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് കണക്കുകൂട്ടി അതിന് കൊടുക്കുന്നു, ഇല്ലാത്തതുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടതും ഇല്ല. അങ്ങനെയാണ് കച്ചവട ചരക്കിന്റെ സക്കാത്തുകൾ തീരുമാനിക്കുന്നത്. അപ്പോഴും നമ്മൾ തരീഫ് ജാമിമാനിയായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3 വർഷത്തോളമായി റിയൽ എസ്റ്റേറ്റിൽ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ട് ആ കാശ് 3 വർഷവും സക്കാത്തിന്റെ പരിധിയിൽ ഉണ്ട്. പക്ഷെ സക്കാത്ത് 3 വർഷവും കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാശ് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിന് വിധി എന്താണ്? 3 വർഷവും കൊടുത്തിട്ടില്ല, ഈ വർഷം അത് 3 കിട്ടുകയാണെങ്കിൽ അത് 3ന്റെയും സക്കാത്ത് ഒന്നിച്ചു കൊടുക്കണോ? അതേപോലെ കച്ചവടത്തിന്റെ നിസാബ് കണക്ക് ഒന്ന് പറയുകയാണെങ്കിൽ, ഞാനപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്, ഒരുപാട് ബിസിനസ്സുകാർക്ക് നമ്മുടെ KMC റേഡിയോ ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത് അവരെല്ലാം ഈ സമയത്ത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കച്ചവടക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് ആ കച്ചവടക്കാർക്ക് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് അതിന്റെ എത്രയാണ് അതിന്റെ കണക്കൊന്നും ചെറിയൊരു ലഘു വിവരണം നടത്തണമെന്ന് ഉസ്താദിനെ പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു
കച്ചവട ഉദ്ദേശത്തോടു കൂടെ ഒരു വസ്തു വാങ്ങി ഇടുകയും അതിൽ കാശ് മുടക്കിയിട്ടു, അങ്ങനെ ഒരു വർഷം തികഞ്ഞു, അതിന് കച്ചവട ഉദ്ദേശത്തോടു കൂടെ വാങ്ങിയിട്ട സാധനം എന്നുള്ള നിലയിൽ, വിൽപ്പന ചരക്ക് എന്നുള്ള നിലയിൽ അതിന് സക്കാത്ത് കൊടുക്കൽ വർഷം മുറികൂടുമ്പോൾ നിർബന്ധമാണ്. പക്ഷേ ആ സമയത്ത് ഇവന് വേറെ കാശോ അല്ലെങ്കിൽ അത് തിരിച്ച് വിൽപ്പന നടത്തി കാശ് കയ്യിലില്ലാത്തത് കൊണ്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ 3 വർഷമായി. അങ്ങനെ 3 വർഷമായി ഇനി അത് വിൽപ്പന നടത്തി കാശ് വരികയോ അല്ലെങ്കിൽ മറ്റു കാശ് കയ്യിൽ കിട്ടുകയോ ചെയ്താൽ അതിന്റെ ഈ കഴിഞ്ഞുപോയ 3 വർഷത്തേത് കണക്കുകൂട്ടി ഓരോ വർഷത്തിനും കണക്കുകൂട്ടി നൽകേണ്ടതാണ്. മൊത്തം 1 വർഷത്തിന് കൊടുത്താൽ പോരാ. 3 വർഷം കഴിഞ്ഞതിന് ശേഷം അത് കാശ് കയ്യിൽ വരികയാണ് എങ്കിൽ അതിന്റെ 3 വർഷത്തെ സക്കാത്ത് നൽകേണ്ടി വരും. അപ്പോ അതാത് വർഷത്തെ കണക്ക് എത്രയാണെന്ന് നോക്കി 3 വർഷത്തേത് കൊടുക്കേണ്ടതാണ്. കിട്ടാനുള്ള കടത്തിന് സക്കാത്ത് കൊടുക്കുന്നത് പോലെയും കിട്ടാനുള്ള കടവും അങ്ങനെയാണ്. ഒരാളുടെ കയ്യിൽ നിസാബ് തികഞ്ഞ സംഖ്യ കടം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ 1 വർഷം തികഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അസംഖ്യ അയാൾക്ക് തിരിച്ച് അപ്പോൾ ലഭിക്കുന്നില്ല, ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ 2 വർഷമായി, 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അത് ലഭിക്കുന്നത്. എന്നാൽ ആ 2 വർഷത്തെ സക്കാത്ത് കണക്കൂട്ടി കൊടുക്കണം എന്നുള്ളത് പോലെ തന്നെ. അതുപോലെ കച്ചവടത്തിന്റെ സക്കാത്ത് അതിന്റെ രീതിയും അതിന്റെ എത്രയുണ്ടായാൽ കൊടുക്കണമെന്നുള്ളതും ഞാൻ ആദ്യം വിശദീകരിച്ചു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുന്നു. കച്ചവട ചരക്ക് അയാൾ കച്ചവടം തുടങ്ങി 1 വർഷം തികയുന്ന സമയത്ത് ഷോപ്പിലുള്ള കച്ചവട ചരക്കുകൾ, വിൽപ്പന ചരക്കുകൾ, ആ വിൽപ്പന ചരക്കുകളുടെ വില നിശ്ചയിച്ചുകൊണ്ട് വില കണക്കുകൂട്ടി, വില കണക്കുകൂട്ടുമ്പോ മാർക്കറ്റിൽ നിന്ന് ഒരു 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള തുകക്ക് പര്യാപ്തമായ ചരക്ക് ഈ കടയിൽ ഉണ്ട് എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് നൽകേണ്ടതാണ്. ഏകദേശം ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച്, വെള്ളിയുടെ മാർക്കറ്റ് അനുസരിച്ച് 54 രൂപ അല്ലെങ്കിൽ 53 രൂപയൊക്കെയാണ് 1 ഗ്രാം വെള്ളിക്ക് എന്നുള്ളതനുസരിച്ച് ഒരു 30,000-32,000 രൂപയാണ് ഇന്നത്തെ വെള്ളിയുടെ മാർക്കറ്റ് അനുസരിച്ച് 595 ഗ്രാം വെള്ളിയുടെ കാശ് വരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിലനിൽക്കാം. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 30,000-32,000. അത് ആദ്യമൊക്കെ വെള്ളിയുടേത് 40, 44, 45 ഇങ്ങനെയൊക്കെ ആകുമ്പോൾ 20,000-25,000 ഒക്കെ പറഞ്ഞിരുന്നു. അതുപോലെ അതാത് സമയത്ത് വെള്ളിയുടെ മാർക്കറ്റ് വില നോക്കിക്കൊണ്ട് അതിനോട് താരതമ്യം ചെയ്ത് ഒരു 595 ഗ്രാം വെള്ളി മാർക്കറ്റിൽ നിന്ന് ലഭിക്കാനുള്ള തുക എത്രയാണോ അത്ര തുകക്ക് ഉള്ള ചരക്ക് വർഷം മുറികൂടുന്ന സമയത്ത് നമ്മുടെ ഷോപ്പിലുണ്ട് എങ്കിൽ അതിന്റെ 2.5% വെച്ച് സക്കാത്ത് നൽകൽ നിർബന്ധമാകുന്നു. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വിശദീകരണം, നമ്മളെ സമയം 2 മണി ആയിട്ടുണ്ട്. സാധാരണയുള്ള ലൈവിന്റെ സമയം ആയോ ഇല്ല എന്നറിയില്ല. ആയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം, ഞാൻ അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. സാറേ, പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ അതിന്റെ പരിധി എത്രയാണ്? ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാര്യയുടെ കയ്യിൽ 50ഓളം പവനുണ്ട്. അവളത് 1 വർഷത്തിനുള്ളിൽ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും പരിധി വല്ലതുണ്ടോ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക്? ഇനി അത് സക്കാത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ശതമാനം എത്ര? 2.5% സ്വർണമായിട്ട് തന്നെയാണോ കൊടുക്കേണ്ടത്? അതിന് പകരം കാശ് കൊടുത്താലും മതി? ഉപയോഗിക്കപ്പെടുന്ന അനുവദനീയമായ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് സക്കാത്ത് നിർബന്ധമില്ല. ആ ഉപയോഗിക്കപ്പെടുന്നതിന്റെ പരിധി, ഭംഗിക്ക് വേണ്ടിയാണ് സ്ത്രീകൾ ആഭരണം ഉപയോഗിക്കുന്നത്. ആ ഭംഗിക്ക് കോട്ടം തെറ്റുന്ന രൂപത്തിൽ ഒരു നിഫ്റത്ത്, ആഭാസകരമാകാത്ത രൂപത്തിൽ ഉള്ള അത്രയും സ്വർണം ധരിക്കാവുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളെപ്പോലുള്ളവര് ആ ധരിക്കുന്നത് പോലുള്ള ആഭരണങ്ങള് അതൊരു അമിതമായി എന്ന് പറയാത്ത രൂപത്തിലുള്ള അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള അത്രയും ആഭരണങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഭംഗിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഇസ്രാഫ് അമിതമാകുമ്പോൾ അത്
ഒരു ആഭാസകരമായിട്ട് വരും. കാണുന്നവർക്ക് തന്നെ അതൊരു നിഫറത്ത്, ഒരു വെറുപ്പ്, ഒരു വിരക്തി ഉണ്ടാക്കുന്ന രൂപമാവും. ആ രൂപത്തിലുള്ള ആഭരണം അത്രയും കൂടുതൽ ധരിക്കാൻ പാടില്ല. അത് ഇസ്രാഫാകും, അമിതമാകും. അന്നല്ലാതെ ഇത്ര പവനേ ഒരു സ്ത്രീ ധരിക്കാവൂ, അതിനപ്പുറം പാടില്ല എന്നുള്ള ഒരു വര വരച്ചിട്ടുള്ള കണക്കല്ല അതിനുള്ളത്. അത് അവരുടെയൊക്കെ ഉറുഫ് പതിവും അനുസരിച്ചുള്ള ഒരു ആ ഭംഗിക്ക് വേണ്ടി അമിതമാകാത്ത രൂപത്തിൽ അവരുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് ധരിക്കാവുന്നതാണ്. അതിലപ്പുറമുള്ളതിനെ കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അനുവദിക്കപ്പെട്ട അനുവദനീയമായ രൂപത്തിൽ ഉള്ള ആഭരണങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. ഇനി സമയം ആയിട്ടുണ്ട് എന്നാ മനസ്സിലാകുന്നത്. അടുത്ത ലൈവിന്റെ സമയം സാധാരണ 2 മണിയായിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈവിന്റെ സമയമാവും. അല്ലാഹു തആല നമ്മുടെ ഈ വൈജ്ഞാനിക ചർച്ച സ്വീകരിക്കുമാറാവട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി വിവരങ്ങളൊക്കെ ഇനിയും ചോദിക്കാനുള്ള ആളുകളുണ്ട്. അവർ നാളെ നേരത്തെ വരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമളാൻ ഷരീഫിന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.